മോളെ രാധേ രാധേ എവിടെ മോളെ എവിടെ വിളയ അതെ ഇത് കണ്ട മുരുകന്റെ കത്ത് പിന്നെയും വന്നു. അയ്യോ പോസ്റ്റ്മാൻ ഈ കത്ത് കാണപ്പോ എന്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം. അതുകൊണ്ട് പോസ്റ്റ്മാൻ ഉണ്ടെങ്കിൽ ഊണൊന്നും ഇവിടെയാ. എന്താ അപ്പന് മീനൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് മോള് ജാനകിയുടെ വീട്ടിൽ പോയിട്ട് അവിടെ മീൻ എന്തെങ്കിലും ഒന്നും നോക്കിട്ട് വാ. എന്തെങ്കിലും കാണും. ഈശ്വര ഭഗവാൻ ഈശ്വര. ജാനി ചേച്ചി, ജാനി ചേച്ചി, എന്താ രാധക്കുട്ടി? കുറച്ച് മീനുണ്ടോ കിട്ടാൻ? അയ്യോടി, ഈ നേരത്തോ? ഉണക്കമീൻ മതിയോ? ആ മതി. എന്നാ വാ. കറികളൊക്കെ നന്നായിട്ടുണ്ടാവോ? ദൈവത്തിനറിയാം. അസലായിട്ടുണ്ട്. വീട്ടിൽ നിന്ന് വന്ന പിന്നെ ഇത്ര നല്ല ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. എല്ലാം എന്റെ കുട്ടിയുടെ കൈപ്പുണ്യ, മുരുകന്റെ ഭാഗ്യ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അല്ല, നല്ലൊരു കാപ്പിയോ ചായയോ ഊണോ കഴിക്കണോന്ന് തോന്നുമ്പോ വരിക. ആയിക്കോട്ടെ. അപ്പൊ എന്നെ തിരിച്ചറിയും. ആന കാളിമുത്തുവിന് പണം കൊടുക്കാനുള്ള കാര്യം മാത്രം അറിയും. മുത്തു വളരെ കഷ്ടത്തിലാ. അതുകൊണ്ടാ ക്ഷമിക്കണം. മുത്തു എല്ലാരോടും ക്ഷമിച്ചാ മുത്തു തിണ്ടിയാകില്ലേ? മുത്തുവിന് പണവും പലിശയും ഇപ്പൊ വേണം. പണത്തിന് പണം തന്നെ വേണ്ട മുത്തു. എന്റെ കയ്യിലിപ്പോ പണമായിട്ട് തന്നെ വേണമെന്നില്ല. തങ്കം പോലൊരു മോളുണ്ടല്ലോ, കൊല്ല എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? മുത്തൂനിത്തി സ്നേഹം കിട്ടിയാ മതി. മോളുടെ കയ്യിൽ നിന്ന് പലിശയായിട്ട് കൂട്ടിക്കൊള്ളാം. മുത്തു, മാനം ഞങ്ങൾക്ക് ജീവനേക്കാൾ വലുതാ. ചോദിക്കാൻ ആളില്ലെന്ന് കരുതണ്ട. നിന്റെയൊക്കെ ഒരു മാനം മുത്തുവിന്റെ പണവും പലിശയും തന്നില്ലെങ്കിൽ ആ മാനം പപ്പടം പൊടിക്കുന്ന പോലെ ഞാൻ പൊടിക്കും. ഉരുക്ക് ചതക്കണ കൈയടായത്. നായ്. എന്താ എന്ത് പറ്റി? വയ്യ മോളെ, ഇനിയും എന്നെ കൊണ്ട് ക്ഷമിച്ചിരിക്കാൻ പറ്റില്ല. ഞാൻ പോവാ. അപ്പൻ എങ്ങോട്ട് പോവാൻ? മുരുകന്റെ അടുത്തേക്ക്. എങ്ങനെയാ അവനെ കണ്ടുപിടിച്ച് വിളിച്ചോണ്ട് വരും ഞാൻ. അപ്പനെ എവിടെ ചെന്ന് കണ്ടുപിടിക്കാനാ? വേണ്ടപ്പ, അയാൾ വരുമ്പോ വരട്ടെ. പറ്റില്ല മോളെ. ഇപ്പൊ ഈ കണ്ണില് എന്റെ നെഞ്ചിനകത്താ. അപ്പൻ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു.
മോളെ, അപ്പൻ രാത്രി വീട്ടിലുണ്ടാവില്ല. മോള് വീട് പൂട്ടി അപ്പുറത്തെ ലക്ഷ്മിയുടെ വീട്ടിൽ പോയി കിടന്നോ. ശരി. ആ ഉണ്ണിയോ, നന്നായി. മോനെ കാണണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. മോനെ, ഞാൻ മുരുകന്റെ അടുത്തേക്ക് പോവാ. സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ അവിടെ ഒന്ന് ശ്രദ്ധിച്ചോണേ. ഞാൻ വരുന്നത് വരെ. ഞാൻ പോട്ടെ. അപ്പനില്ലാത്ത രാത്രിയിൽ ഞാൻ ഇന്നേവരെ ഒറ്റയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഒറ്റയ്ക്കല്ലല്ലോ, കൂടെ ഞാനുമില്ലേ. ഒരു രാത്രിയല്ല, 1000 രാത്രിയിൽ വേണമെങ്കിലും ഞാൻ കൂടിയിരിക്കും. പക്ഷേ മുരുകൻ വന്ന് നിന്റെ കൈ പിടിച്ച് കൂടെ കൊണ്ടുപോയ ഈ ഉണ്ണി എന്ത് ചെയ്യും? നീ ഈ പ്രകൃതിയേക്കാൾ എത്ര മനോഹരിയാണ്. വേണ്ട ഉണ്ണി, വേണ്ട. എനിക്ക് പേടിയാ. ഉണ്ണി നിനക്ക് ഭയമാണ്. അപ്പൊ നീ മുരുകന്റെ പെണ്ണാ. മുരുകൻ വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലേ? ഇല്ല ഉണ്ണി, മുരുകന് കൊടുക്കാൻ എന്റെ അടുത്ത് എന്താണുള്ളത്? ഇല്ല, ഒന്നുമില്ല.